റെക്കോർഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് ആയി അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് മക്കളെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ? 3 ദിവസത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇന്നലത്തത് കൂട്ടണ്ട. കുറെ ആളുകൾ ഇന്ന് ഹോംവർക്ക് അയച്ചിട്ടുണ്ട്. നല്ല സമ്മാനം വാങ്ങാൻ ഒരുങ്ങിയിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. കുറെ പേര് 100-നേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ചില ആളുകൾ അത് എഴുതിയപ്പോ മാലി മുലാരിമ്പാടെ കൂട്ടി എഴുതി. ചില ആളുകൾ മാലി തന്നെ എഴുതിയത്, പക്ഷെ എന്ത് ചെയ്തു മുസന്നിം ചേർത്തിക്കാണ്ട് എഴുതി. എങ്ങനെ? എനിക്ക് ക്ലാസ്സുകളൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇന്നാണ് എനിക്ക് കേൾക്കാൻ പറ്റിയിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇന്ന് മുതൽ നമുക്ക് ഇങ്ങനെ കേൾക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് കൃത്യമായി കേൾക്കാം. പഠിപ്പിക്കുന്ന പാഠഭാഗം മനസ്സിലായതിന് ഉടനെ ചോദിക്കണം. ഒരു ഉമ്മ പറഞ്ഞു എന്റെ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ഒന്നും കൂടെ കേട്ട് നോക്കി. നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാത്ത ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാ. നന്നായി കേൾക്കാം. ഉസ്താദുമാരൊക്കെ പാഠഭാഗം മുഴുവൻ എടുത്തു തന്നോ? ലിസാനൊക്കെ മുഴുവനാക്കി തന്നില്ല? റിവിഷൻ തുടങ്ങിയില്ലേ? എന്നാ ഇനി നാളെ പോയിട്ട് ഉസ്താദിനോട് ഒക്കെ വേഗം എടുത്തു തരാൻ വേണ്ടി പറയണം നമുക്ക് കേട്ടോ. ഞങ്ങൾ റിവിഷൻ തുടങ്ങിയിരിക്കണം. ഞങ്ങളെ 1ാമത്തെ പാഠം മുതൽ ഇപ്പൊ നമ്മള് എത്രാമത്തെ പാഠത്തേക്ക് എത്തിക്കണം നമ്മളെ അഭിപ്രായത്തില്? അല്ല, നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പൊ 3 ദിവസമായിട്ട് ഏത് പാഠം പഠിപ്പിച്ചു എന്നുള്ളത് അറിയോ? 6 പാഠം വരെ നമ്മൾ എത്തിയില്ലേ? 16 പേജത്തെയും വർക്കിലെ മാലി മാത്രം നമ്മൾ ക്ലിയർ ആയി ചെയ്തു. മാലിയില് മുഫ്രദും മുസന്നിയും നമുക്ക് നന്നായിട്ട് അറിയാം, ജംഉം അറിയാം. ഇനി നമുക്ക് ഇന്ന് കൃത്യമായിട്ട് ലേഡീസിന്റെ കാര്യം എങ്ങനെ പറയണം എന്ന് പഠിക്കണം. പെണ്ണുങ്ങള് ഗേൾസിന്റെ അല്ലെങ്കിൽ ലേഡീസിന്റെ കാര്യം എങ്ങനെ പറയണമെന്നാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഞാനല്ല എടുക്കുന്നത്, മൊയ്തീൻ ഫൈസി ഉസ്താദാണ്. 2 ഉസ്താദന്മാരും മാറി മാറി എടുക്കും. ചിലപ്പോൾ വേറെ ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പോകുന്നുണ്ടാവുക, പാഠം ബേസ് ചെയ്തിട്ടല്ല പോവുക. അപ്പോ പാഠത്തിൽ ഉസ്താദന്മാർ പഠിപ്പിച്ചിട്ടുണ്ടാവും, കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് ഡീപ്പായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനത്തെ പരിപാടി. അപ്പൊ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, നിങ്ങൾക്ക് മെയിൽ ഐ ഡി ശരിക്ക് ടൈപ്പ് ചെയ്ത് വരണമെന്ന്. അപ്പൊ ആകെ 51 പേരെ ചെയ്തിട്ടുള്ളൂ. നാളെ ബാക്കിയുള്ള ആളുകളോട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞില് എന്നിട്ട് വേണം നാളെ മുതൽ എനിക്ക് ക്ലാസ് കയറാൻ കഴിഞ്ഞില്ലാന്ന് കുട്ടി പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ പ്രശ്നം ഇല്ലാതിരിക്കാനും നമുക്ക് ഏത് സമയത്ത് ക്ലാസ്സിൽ കയറി വരാനും നമ്മുടെ സമ്മതം വേണം. കയറി വരണമെങ്കിൽ ഒരാൾ തന്നെ അഡ്മിറ്റ് കൊടുത്തെങ്കിലേ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മെയിൽ ഐ ഡി കൃത്യമായിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് ചില രക്ഷിതാക്കൾ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്യാത്ത മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതുള്ളൂ? പുതിയ മെയിൽ ഐ ഡി ഉണ്ടായിക്കോളി. ഇഷ്ടം പോലെ ആ മെയിൽ ഐ ഡി തന്നെ നമുക്ക് നിർബന്ധമില്ല. പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ മെയിൽ ഐ ഡി അയച്ചാൽ മതി. കുറെ ആൾക്കാർക്ക് 5 മണി വേണമെന്ന് കണക്കാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ മാറ്റാൻ അഭിപ്രായം പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ കുട്ടികളും പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്കത് 5 മണി തന്നെ വേണം കേട്ടോ, അല്ലാതെ ഒരു സമയം ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞത്. അതേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ 5 മണിക്ക് എനിക്ക് സ്കൂളുണ്ട്. എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, രാത്രിയായ ഇന്നലെ ഉസ്താദ് പറഞ്ഞില്ലേ, രാത്രിയായ പിന്നെ ഡോക്ടർമാരുടെ ക്ലാസ് എടുക്കാൻ ചെയ്യും. അപ്പൊ എനിക്ക് ഈ 5 മണി മാത്രമേ ഒഴിവുള്ളൂ. ഇനിയിപ്പോ 7 മണിക്ക് വലിയ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് വെച്ച് കൊടുക്കാന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട്, കുറെ പേര് ആവശ്യപ്പെട്ടിട്ട്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് 7 മണി മുതൽ 8 മണി ആക്കും ചെയ്യണം. എന്താ ചെയ്യാം കേട്ടോ, സാരല്ല, നിങ്ങൾ കൂടി പരമാവധി ഇന്ന് ലിസാൻ തന്നെ ഇൻഷാ അല്ലാഹ് തുടങ്ങാം. മൊയ്തീൻ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ട്, ഉസ്താദ് ക്ലാസ് എടുക്കും കേട്ടോ. നിങ്ങൾ ഉസ്താദാ? ഫോണൊന്നും ആദ്യം സൗണ്ട് ഒന്നും ഞാൻ ഓഫ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, സൗണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇന്നലെ നമുക്ക് ചോദിക്കാനൊക്കെ അവസരം തരാൻ നോക്കി. അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ അത് ഓപ്പൺ ആക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഞാൻ പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. എന്തിനാ പുറത്ത് മാറി നിൽക്കണം ചോദിച്ചാൽ, നിങ്ങള് പിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടി ഉണ്ടാക്കണമെങ്കിൽ പോലെ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇടും. പിന്നെ ഞാൻ ഇവിടെ പുറത്തുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണുന്നില്ല എന്നുണ്ടാവുള്ളൂ, ഞാനവിടെ ഉണ്ടാവും കേട്ടോ.
അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും മൈക്ക് ഓൺ ആക്കിയിട്ട് ഉസ്താദിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തിനാണ് ആഷിഖ് ഖാന് പിന്നെ KIF മുഹമ്മദ് അലി ഇവരൊക്കെ കൈ പൊക്കിയതായിട്ട് കാണുന്നു? എന്തിനു വേണ്ടിയിട്ടൊക്കെ കൈ പൊക്കിക്കണം? ഈ കൈ പൊക്കാനുള്ളത് വെറുതെ ഇല്ല, എന്തെങ്കിലും നിന്നോട് പറയാൻ അവിടെ ക്ലാസ്സിൽ വരുന്ന ഉസ്താദ്മാരോട് പറയാൻ വേണ്ടിയിട്ട് കൈ പൊക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആഷിഫ മുസ്തഫ എന്താ പറയാനുള്ളത് പറഞ്ഞോ? ഒന്നും പറയാനില്ല. അപ്പൊ അറിയാതെ കൈ നിൽക്കുന്നതാണ്. കൈ വെറുതെ നിൽക്കിയ എന്റെ കൈ നിൽക്കുക നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ എന്റെ കൈ പൊക്കിയത്. അപ്പൊ നിങ്ങൾ കൈ പൊക്കിയ എല്ലാ കുട്ടികൾക്കും കാണാൻ കഴിയുന്നത്. അപ്പൊ ഒന്നും കൂടെ നിൽക്കിയാൽ മതി കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി, എടുത്ത പാഠഭാഗത്ത് നിന്ന് എന്തെങ്കിലും. എല്ലാ ബുക്കും എടുക്കുവോ? അപ്പം ഇനി പിന്നെ എഡിറ്റിംഗ് ഇല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ അയച്ച ഹോംവർക്ക് എഡിറ്റിംഗ് ഇല്ല. ഉസ്താദ് ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്യും, ഓരോ എത്ര കുട്ടികൾ കൃത്യമായി എന്ന് പറഞ്ഞ് ടോപ്പായ എല്ലാ ബുക്കും കൊടുക്കും. ഖുർആനും ഈ കൊടുക്കൂല. പുസ്തകത്തിലുള്ള എങ്ങനെ ഒന്നും കൂടെ? പുസ്തകത്തിലുള്ള മാത്രമേ പറ്റുള്ളൂ. പുസ്തകത്തിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളെ ഇന്നത്തെ ഹോംവർക്ക് അല്ലേ? അതെ. മുവാരിയായ മുഫ്രദ് മാത്രം, അന്നത്തില്ല, ആണുങ്ങൾ മാത്രം. മുവാരി മാത്രം. ഓക്കെ, ക്ലിയർ ആയത്? ബോയ് ആണുങ്ങൾ ജെൻസിന്റെ എഴുതി അറിയിക്കണം. അതും എത്ര ടോപ്പ് ഉണ്ടോ എന്ന് നോക്കാം. എത്രത്തോളം നിങ്ങൾക്ക് എഴുതി അറിയിക്കാൻ പറ്റുമോ അത്ര നിങ്ങൾ എഴുതി അറിയിച്ചോ. പക്ഷെ ഒരു കാര്യം കേട്ടോ, അത് പറയാൻ പറ്റും, നിങ്ങൾ രാത്രി അയക്കണ്ട. എപ്പ അയച്ചാൽ മതി അറിയോ? നാളെ ഒരു 2 മണിക്ക് ശേഷം അയച്ചാൽ മതി. അതിന്റെ കാരണം എന്ന് വെച്ചാല് കുട്ടികൾ ഉടനെ എഴുതി അറിയിക്കും. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികൾ അത് നോക്കി എഴുതും. അപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ നോക്കി അവർക്ക് കിട്ടും ചെയ്യും. നിങ്ങൾ ഐഡിയ മനസ്സിലാക്കാൻ നിങ്ങൾ വാങ്ങണമെങ്കിൽ എല്ലാവരും 2 മണിക്ക് ശേഷം അയച്ചാൽ. നാളെ തന്നെ നമ്മൾ പിന്നെ വിജയി പ്രഖ്യാപിക്കൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ആകുന്നതിന് മുമ്പായിട്ട് സമ്മാനങ്ങൾ തരും ചെയ്യും. അപ്പോ നാളത്തേനും സമ്മാനം, ഇന്ന് ചെയ്തതിന് സമ്മാനമുണ്ട്. ഇനി ഇപ്പൊ 5:10 ശേഷം ഞാൻ അയക്കും വേണ്ട കേട്ടോ. ഇന്നത്തെ അയക്കും വേണ്ട. ഒന്നുകൂടി എല്ലാ വിഷയം എടുക്കും. ഏതൊക്കെ വിഷയങ്ങള്? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2018 മുതൽ 2024 വരെ നമ്മുടെ സ്കൂളുകൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അത് ചോദിക്കും. പിന്നെ മദ്രസകൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അത് ചോദിക്കും. ഗൾഫിലെ സ്കൂളിൽ അവിടെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അതും ചോദിക്കും. അതൊക്കെ പാടെ അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒക്കെ സെയിം സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ചോദ്യത്തിൽ ചിലത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും, ചിലത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ A+ വാങ്ങാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ചോദിക്കാൻ വേണ്ടി? ഞാൻ പറയണത് ഓക്കെ സ്റ്റക്കായി കേൾക്കാൻ അർത്ഥം എന്താ അറിയോ? നിങ്ങളുടെ നെറ്റ്വർക്ക് മിസ്സാകുമ്പോഴാണ് സ്റ്റക്കായി കേൾക്കുന്നുണ്ടാവുക കേട്ടോ. ഇത് ഫുള്ളാണ്, അപ്പൊ മാക്സിമം ഉണ്ടാവും. അപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ സ്കൂളില് ഒരു പരീക്ഷ നടക്കുന്നുണ്ടാവും, പൊതുപരീക്ഷ. അത് നമ്മുടെ കേരളത്തിലുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും 2018 മുതൽ 2024 വരെ. പിന്നെ നമ്മൾ ഉസ്താദ്മാര് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടല്ലോ, അതും 18 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇനി ഗൾഫിൽ നടത്തും 4 എക്സാമാണ് സമസ്ത നടത്തല്. 4 എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം
ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണം. അങ്ങനെയാണ് നമ്മളെ മനസ്സിലുള്ള പ്ലാന്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സിൽ വളരെ ആക്റ്റീവായി നിന്നാൽ ഇപ്പൊ എടുത്തതുപോലെ നിങ്ങൾക്ക് അയച്ചത് പോലെ മുഴുവനും അയച്ചു തരിക. ഈ 123 കുട്ടികളുണ്ട്, മുഴുവനും അയക്കണം. പക്ഷെ കുറച്ച് കുട്ടികളെ അയക്കുന്നത് കാണുന്നുള്ളൂ, ചില കുട്ടികളെ അയക്കുന്നത് കാണുന്നില്ല. നിങ്ങൾ ഓരോ ദിവസം ഹോംവർക്ക് അയക്കുമല്ലോ, ആ ഓരോ ഹോംവർക്കിൻ്റെതും ഞാൻ കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചില കുട്ടികൾ തീരെ അയച്ചിട്ടില്ല, ചില കുട്ടികൾ ഹാജരും മാർക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുട്ടികളുണ്ട്. 99 രൂപ പൈസ തന്നിട്ടുണ്ട്, ക്ലാസ്സിലും വരുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഹോംവർക്കും ചെയ്യുന്നില്ല, ഹാജറും മാർക്ക് ചെയ്യുന്നില്ല. ഹാജർ മാർക്ക് ചെയ്യാത്ത കുട്ടികൾ ഇന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വേഗം ഹാജർ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നും, ഇനി ഞാൻ പറയില്ല, എന്നും ഹാജർ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഹാജർ മാർക്ക് ചെയ്യാൻ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. എവിടെ പറഞ്ഞില്ലേ, ഒന്നും കൂടെ നിങ്ങളെ സ്ക്രീനിൽ കയ്യിന്റെ തൊട്ടടുത്ത് കാണില്ലേ. ഇന്നത്തെ ഹോംവർക്കിന്റെ സമയം കഴിഞ്ഞു മോളെ. ആ 3 കുത്തിന്റെ മേലെ നിൽക്കുക, കഴിഞ്ഞ ക്ലിക്ക് ചെയ്ത ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് സംസാരിച്ച പേര് മാത്രം ജില്ലയും കൂടെ വേണം, കാരണം ഒരേ പേരിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. 2 പ്രാവശ്യം അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കേ, അപ്പൊ എന്താ പാഠഭാഗത്തേക്ക് പോവാ? അറിയാതെ 2 വട്ടം എഴുതി വിട്ടു. ഒരു കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല. കേരളം എഴുതിയ ആൾക്കാരുണ്ട്, കേരളം കൂട്ടൂല. ആർക്കറിയാത്ത മുഹമ്മദ് അലിക്ക് അറിയാത്തത്? ഇതാ പറഞ്ഞത്. നേരെ നമ്മളെ കയ്യിൽ കാണുന്ന സ്ക്രീനില് തൊട്ട് താഴത്ത് 3 പുള്ളി കാണുന്നുണ്ടോ? അതിന്റെ മേലെ ഞെക്കിയാല് കാണാ ഇൻകാൾ മെസ്സേജസ് കാണും. ഓപ്പൺ ആയി കണ്ടോ? അപ്പൊ ഇത് നോക്കിയാ മതി, നോക്കിയോക്കാ, അപ്പൊ മെസ്സേജ് അയക്കാൻ കാണും. ഈ പേര് എഴുതണം, സ്ഥലം ജില്ല എഴുതണം കേട്ടോ. ണ്ടോ മുഹമ്മദ് ഹിബ ഫാത്തിമ എഴുതി ഇങ്ങനെ വരുന്ന പോലെ. സൽമാൻ ഫാരിസ് ഇടുക്കി. നോക്കിയേ, നമുക്ക് ഇടുക്കിയിലും മലപ്പുറത്തും കാസർഗോഡും ലക്ഷദ്വീപിലും വയനാട്ടിലും കോഴിക്കോടും കാസർഗോഡും ഒക്കെ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുകയാണ്. അവരുടെ ഒക്കെ ഒപ്പം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരെ ശല്യപ്പെടുത്താനേ പാടില്ല കേട്ടോ. ചോദിച്ചോളൂ, മക്കൾ ചോദിച്ചോ. ചോദിച്ചോ. ഫസീൽ എന്താ ചോദിച്ചു? ചോദിച്ചോളി. ഇടുക്കി. അല്ലല്ലോ, ഞാൻ പാഠഭാഗത്ത് ജസ്റ്റ് പോയല്ലോ. അതാ മൊയ്തീൻ ബൈസി ആയിട്ട് ക്ലാസ് എടുക്കണോ? ഉസ്താദിന്റെ ക്ലാസ് ആയിക്കോട്ടെ എന്നല്ലേ? ഇന്ന് പറഞ്ഞ ഹോംവർക്ക് നല്ല ചോദ്യം. ഇന്ന് പറഞ്ഞ ഹോംവർക്ക് ഒന്നും കൂടെ പറയാം. ഇന്ന് നമ്മൾ എഴുതിയത് ഫിയല് മാളിയായ മുഫ്രദാണ് എഴുതിയത്. ഒരു ആണ് എന്ത് ചെയ്തു എന്ന് പറയുന്ന കാര്യമായിരുന്നു. ലറബ, നസറ, ഫതഹ, കതബ, അങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇനി അടുത്ത ദിവസം നാളെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതേപോലെ മുളാരി എഴുതാണ്. മുളാരി എഴുതും അല്ലെങ്കിൽ എഴുതി. കതബ ഉള്ളത് യുക്തബു അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഉണ്ടല്ലോ, അതാണ് എഴുതേണ്ടത്. മുളാരിയായ മുഫ്രദായ ഫിയലുകൾ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത്രത്തോളം നിങ്ങൾ എഴുതാം. നമ്മൾ ആർക്കാ സമ്മാനം കൊടുക്കാച്ചാൽ ഏറ്റവും കൂടുതൽ ആരാണ് എഴുതിയത് അയാൾക്കാണ് സമ്മാനം കൊടുക്കുക. അതേ ഒരേപോലെ എഴുതിയാൽ നമ്മൾ നറുക്കെടുത്തിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് കൊടുക്കും. രണ്ടാളും വേണ്ടി സംസാരിക്കല്ലേ. മിഥിലാജ് അല്ലെങ്കിൽ ജംഷി, രണ്ടാളും ജംഷി പറയൂ. ഹിഫ്ളോ
ഇന്ന് ഫിക്ക അല്ല, ഫിക്ക ആകുമ്പോ നമ്മൾ പറയും കേട്ടോ. നമുക്ക് ഒരു ഭാഗം ഓർഡറായി പോയിട്ട് നിസാന്ന് ഉറപ്പാകുമ്പോ നമ്മൾ അടുത്തയിലേക്ക് പോകും. അതൊക്കെ നമുക്ക് ഈസിയാണല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്ക് ഉത്തരം ഞങ്ങൾ പറയും. നിങ്ങൾ മനസ്സിലാവുന്നു. ഹോംവർക്ക് ബുക്ക് ഹോംവർക്ക് ഓരോ ഹോംവർക്കുകളും ഓരോ വിഷയത്തിന്റെ ബാക്കിലാണ്. അത് മതി. വേറെ പുസ്തകം ഒന്നും വാങ്ങണ്ട. കാരണം മദ്രസയിലെ പുസ്തകം എഴുതി കഴിഞ്ഞല്ലോ. പിന്നെ ബാക്കി വേറെ പേജുകൾ ബാക്കിയില്ലേ. നമ്മൾ വെറുതെ എന്തിനാ ഉപ്പാന്റെയും ഉമ്മാന്റെയും പൈസ വെറുതെ കളയുന്നു. ഇനി കുറച്ചു നേരം ഓഫാക്കോ? എല്ലാവരും ഓഫാക്കി. ഞാൻ ചോദിക്കാനുള്ള സമയം തരാം. ആദ്യം ഓഫാക്കി എല്ലാവരും ഓഫാക്കി. ഞാൻ ഇവിടെ ഓഫാക്കിയ പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ലാന്ന് എഴുതിയിട്ടാണ് ഓഫാക്കി. ഇനി കുറച്ചേരത്തിന് മുണ്ടെത്തിട്ടോ നമ്മൾ ഉപ്പയെ കുറിച്ചൊന്ന് പറയട്ടെ. ഞാന് ഉപ്പമാര് നമുക്ക് വേണ്ടി എന്തൊക്കെയോ ത്യാഗം ചെയ്തിട്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ കഴിയണത്. നമ്മളെപ്പോലെ അല്ലാതെ വേറെ എത്രയോ കുട്ടികളുണ്ട് ഉപ്പമാരില്ലാത്തവർ തന്നെ. അപ്പോ അവരുടെയൊക്കെ ജീവിതം വളരെയധികം പ്രയാസമാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ വളർന്നത് യത്തീംഖാനയിലാണ്. യത്തീംഖാന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ യത്തീമായ വാപ്പ മരിച്ച അല്ലെങ്കിൽ ഉമ്മ മരിച്ച കുട്ടികളെ കൂടെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ നല്ല പ്രയാസം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഉപ്പ ഉണ്ടായിരുന്നു, ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ യത്തീംഖാനയെ കൊണ്ടാക്കിക്കായിരുന്നു. അപ്പോ പൈസ ഇല്ലാത്തതല്ല പ്രധാനം, വാപ്പല്ലാത്ത കുറെ കുട്ടികളുണ്ട്. അവർക്കൊന്നും ഇങ്ങനെ നിങ്ങളെ പോലെ മദ്രസയിൽ പഠിക്കാനോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്നുണ്ടാവും സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ സ്കൂളിന് ശേഷം മദ്രസയ്ക്ക് ശേഷം ഇതുപോലെ ട്യൂഷൻ എടുക്കാനൊന്നും കഴിയാത്ത കുറെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇല്ലാത്തൊരു ഭാഗ്യം അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ മാതാവിനെയും പിതാവിനെയും അല്ലാഹു തആല ആരോഗ്യത്തോടെ നമ്മളെ മുന്നിൽ കണ്ണ് കാണിക്കാൻ മാറ്റി തന്നിട്ടുണ്ട്. പക്ഷെ അവര് നമ്മളെ ചീത്ത പറയും പലപ്പോഴും. അതുകൊണ്ട് നമുക്ക് അവരെ വെറുപ്പാണ്, ഇഷ്ടല്ല. അങ്ങനല്ലേ? അത് മാറ്റണം. നമ്മളെ ഉപ്പയും ഉമ്മയാനെയും നമ്മളാണ് ബഹുമാനിക്കേണ്ടത്. അപ്പൊ പിന്നെ ഉപ്പാനെയും ഉമ്മാനെയും നമ്മൾ ബഹുമാനിക്കുന്നതോട് കൂടെ അവർക്ക് നമ്മളെ ഇഷ്ടമാണ്. നമുക്ക് അവരിഷ്ടമായി തുടങ്ങണം. നമുക്ക് അവരിഷ്ടമായി തുടങ്ങിയെങ്കിലേ ഉള്ളൂ നമ്മളെ ദുനിയാവും ആഖിറവും വിജയിക്കുക. നേരെ മറിച്ച് നമ്മളെ കുറിച്ചിട്ട് പോലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്ന ചീത്തയും പിന്നെ പ്രാഗി പറഞ്ഞുകൊണ്ട് കയറാൻ പറയണം മലപ്പുറത്ത്. അങ്ങനെ പ്രാക്കും ഈ ആട്ടും തുപ്പും ചീത്തയൊക്കെ കേട്ടുകൊണ്ട് നിന്നാൽ നമുക്ക് തന്നെ നമ്മളോട് അസ്വസ്ഥത വരും. രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഉമ്മമാരിങ്ങനെ ചീത്ത പറഞ്ഞ് എണീപ്പിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് സ്കൂൾ മദ്രസ പോയാൽ ചിലപ്പോൾ ചീത്തയും കേൾക്കും, തല്ലും കിട്ടും. സ്കൂളിൽ പോയാൽ അവിടെ നിന്നും കിട്ടും, അല്ലെങ്കിൽ ചങ്ങാതിമാരെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കിട്ടും. അപ്പൊ രാവിലെ തന്നെ ഉമ്മമാരെ കൊണ്ട് വഴക്കൊന്നും പറയിപ്പിക്കാത്ത നല്ല മക്കളും നിങ്ങളാണ്. ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി നിങ്ങളാണ്, ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി നിങ്ങളാണ്. ഏറ്റവും താഴെയുള്ള കുട്ടികൾ ചിലപ്പോ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നാട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ എന്ത് ചെയ്യും? ആ കുട്ടി കരയുമ്പോൾ നമ്മളെ ചീത്ത പറയും. അപ്പോ നമ്മൾ ആ ഉമ്മയുടെ ചെറിയ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഉമ്മാക്ക് വേറെ ഒരുപാട് പണിയുണ്ടാവും. ആ പണിയുള്ള സമയത്താണ് നമ്മൾ ചെറിയ കുട്ടിനെ ഉപദ്രവിക്കുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും? ഉമ്മാക്ക് നമ്മളോട് ദേഷ്യമായി മാറും. അങ്ങനെ ദേഷ്യമായി മാറിയ ഇങ്ങനെ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടികളിൽ ആരുടെയെങ്കിലും കൈ പൊട്ടിയവരുണ്ടോ? കയ്യോ കാലോ എല്ല് പൊട്ടിയവരുണ്ടോ? ഉണ്ടെങ്കിൽ മൈക്കൊന്ന് ഓൺ ആക്കിയിട്ടൊന്ന് സംസാരിച്ച. ഓക്കെ, രണ്ടുപേര്. സമീറും ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ഇനി ഒന്ന് മൈക്ക് ഓഫ് ആക്കി. കൈ പൊട്ടി എന്ന് പറഞ്ഞ ആളുകളോട് അന്ന് നിങ്ങളുടെ ഉമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അനുസരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഉമ്മ പറഞ്ഞത് അനുസരിക്കാത്ത ദിവസമായിരിക്കും നമ്മളെ കയ്യോ കാലോ പൊട്ടിയിട്ടുണ്ടാവുക. ശരിയല്ലേ? കൈ പൊട്ടിയ ആൾക്കാർ പറഞ്ഞാണ് ശരിയല്ലേ? ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അപ്പൊ സത്യം അല്ലേ? മൈക്ക് ഓഫ് ആയിക്കോട്ടെ. 4-5 ആൾക്കാർ ഒപ്പം പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ പറയുന്നത് ഒരു ജില്ലയിലുള്ള ആൾക്കാരല്ല, ഏതൊക്കെയോ ജില്ലയിൽ ഏതൊക്കെയോ നാട്ടിലുള്ള ആൾക്കാരാണ് ഈ പറയണത്. വളരെ സത്യമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി മുതൽ ഉമ്മയെ അമ്മാന്റെ കാൽ കീഴിലാ സ്വർഗം നമ്മൾ ഉസ്താദ്മാര് പറഞ്ഞിട്ടില്ലേ? അതിനർത്ഥം ഉമ്മയുടെ കാല് മാന്തി നോക്കിയാല് ചെരുപ്പിന്റെ വാറല്ലാതെ അല്ലെങ്കിൽ ചെരുപ്പിന്റെ അടിയല്ലാതെ നമ്മൾ സ്വർഗമൊന്നും കാണില്ല. പക്ഷേ ഉമ്മയുടെ വാക്ക് ധിക്കരിച്ചാൽ ഇപ്പൊ സ്വർഗത്തിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണുന്ന തെളിവാണ് നല്ല സ്ട്രോങ് ആയ കയ്യിന്റെ കാലിന്റെ എല്ലൊക്കെ പൊട്ടുന്നത്. അപ്പൊ ഉമ്മാർക്ക് എന്നിട്ട് സങ്കടം തന്നെ ഉണ്ടാവുക. അപ്പൊ ഉമ്മമാര് നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമുക്കും സങ്കടമാകും, നമുക്ക് വേദനയാവും. അതിനേക്കാൾ വേദനയാവും ഉമ്മമാർക്ക്.
നമ്മളെ ഉമ്മാക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് വെക്കാം. നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളെ ഇഷ്ടമാണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു പുതിയൊരു ഗെയിം പറഞ്ഞുതരാം, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എന്താ ഗെയിം അറിയോ? ഇന്ന് രാത്രിയായിട്ട് നിങ്ങളെ കാണുന്നില്ല എന്ന് പറയുന്ന മാതിരി വീടിന്റെ ഒരു റൂമില് ഒരു ബുക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കുക. നമ്മൾ സാറ്റ് കളിക്കൂലേ എന്ന മാതിരി ഒളിച്ചിരിക്കുക. ഇന്ന് രാത്രി കാണുന്നില്ല. ഉമ്മ എന്താ ചെയ്യാ? നിങ്ങൾ അന്വേഷിക്കും. രാത്രിയാവും, 10 മണിയാവും, കാണില്ല. നിങ്ങൾ അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. പിന്നെ അന്ന് ഉമ്മ ഭക്ഷണം കഴിക്കുവോ? ഇല്ല. ഉമ്മ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ അയൽ വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ടാവും, അമ്മാവന്മാര് വന്നിട്ടുണ്ടാവും, ചിലപ്പോ പോലീസും വന്നിട്ടുണ്ടാവും നിങ്ങളെ അന്വേഷിച്ചിട്ട്. കാരണം നിങ്ങളെ കാണാനില്ല എന്നാ പറയണ്ടാവും. ഇനി രാത്രി 10 മണി 11 മണിക്ക് ശേഷം നമ്മൾ എണീറ്റിട്ട് വരികയാണ്, ഉമ്മ ഞാൻ ഇങ്ങനെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ എണീറ്റ് വന്നാല് എന്താ ഉണ്ടാവുക? അടി കിട്ടും, ഉറപ്പാണ് അല്ലെ? അപ്പൊ ഉമ്മാക്ക് നമ്മളെ ഇഷ്ടമാണ്, കാണാൻ തരുന്നപ്പോ സങ്കടമാണ്. പക്ഷെ എന്നാലും ഉറപ്പാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യും? അത് അടി വാങ്ങണ്ട കേട്ടോ, ഈ ടെസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അറിയാലോ, അത് ഉമ്മാക്ക് നമ്മളെ കണ്ടില്ലെങ്കിൽ തന്നെ അവരുടെ പോയി എന്നാണ് അർത്ഥം. അപ്പോ ഉമ്മമാർക്ക് നമ്മളെ ഇഷ്ടമാണ്, ജീവനാണ്. പക്ഷെ വഴക്ക് പറയാൻ കാരണം ഉണ്ടാക്കുന്ന ആൾക്കാരും നമ്മളാണ്. ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഇപ്പൊ ലിസാനാണ് പഠിപ്പിക്കേണ്ടത്, പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അഖലാഖിലെ ചില കാര്യങ്ങളാണ്. ഉമ്മയെ സ്നേഹിക്കാത്ത നമ്മൾ ദീൻ പഠിച്ചാൽ പഠിയില്ല. പഠിച്ചിട്ട് പഠിയണില്ല, മറക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. എത്ര പഠിച്ചിട്ട് എനിക്ക് തലയിൽ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാര്, അവരുടെ രോഗത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഉമ്മയെ അനുസരിക്കണില്ല എന്നുള്ളതാണ്, ഉമ്മയെ സഹായിക്കണില്ല എന്നാണ്. അപ്പൊ നമ്മളെ ചെറിയ കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ നോക്കോണ്ടോ, ഒന്നിനും കഴിയാത്ത നമുക്ക് എല്ലാം ചെയ്തു തന്നത് നമ്മളെ ഉമ്മയാണ്, അതുപോലെ ഉപ്പയാണ്. അപ്പൊ ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കാതെ നമുക്ക് ദീൻ പഠിക്കാനോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനൊന്നും അർഹത ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സ്വർഗത്തിന്റെ താക്കോല് നമ്മുടെ ഉമ്മാന്റെ കയ്യിനും കാലിനും അടിയിലാണ്. അപ്പൊ അത് വാങ്ങണമെങ്കിൽ ഉമ്മാക്ക് സലാം കൊടുത്ത് കൈയൊക്കെ ഒന്ന് മുത്തി സ്നേഹത്തോടെ സംസാരിച്ച് തുടങ്ങണം കേട്ടോ. അപ്പൊ ഉമ്മ നമ്മളെ ചീത്ത പറയാനോ ശബ്ദം ഇട്ടിട്ട് സംസാരിക്കാനോ പാടില്ല. ഒക്കെയാണോ മക്കളെ? അത് ഒരേ സമയത്ത് മക്കളൊക്കെ നിങ്ങളെയാണ് അന്വേഷിക്കുന്നത്. ഹലോ, മക്കളെ ഞാൻ ഒച്ചണ്ടാക്കുന്ന ആൾക്കാരെ നോക്കാൻ വേണ്ടി പുറത്തുനിന്ന് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിക്കുമ്പോ നമ്മള് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് ഉസ്താദേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മള് ലിസാനുൽ ഖുർആനാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് വളരെ നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ നമുക്ക് കിട്ടിയത്. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് വീഡിയോ ഓഫ് ആക്കണം കേട്ടോ. വീഡിയോ ഓഫ് ആക്കുക എല്ലാവരും. പിന്നെ ഓഡിയോ ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഓരോരുത്തരും എന്ത് ചെയ്താൽ മതി, ഓൺ ആക്കിയാൽ മതി.
എല്ലാവരും കൂടി ഓണാക്കിയാൽ അത് നമുക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഏകദേശം 5:30 മണി ആവാനായി. 5:27 അല്ലേ? നമുക്ക് നല്ലൊരു ക്ലാസ് സാറ് മുഹമ്മദ് അലി സാറ് ഉസ്താദ് നമുക്ക് വളരെ നല്ലൊരു മോട്ടിവേഷനാണ് ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് കിട്ടിയത് അല്ലേ? നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന്റെ മഹത്വവും നമ്മുടെ പഠനവുമായി ബന്ധിപ്പിച്ചൊക്കെ സാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ് അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. മാഷിന്റെ സാറിന്റെ ഒരുപാട് ഉപദേശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ നിർദ്ദേശങ്ങൾ കൊണ്ടൊക്കെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാനും മുഹമ്മദ് അലി സാറിന്റെ ഒരു ശിഷ്യനാണ്, ഇന്നലെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജിന്റെ മേഖലയിലും സാർ ഒരു കൗൺസിലറാണ്, അതുപോലെ തന്നെ ട്രെയിനറാണ്, മോട്ടിവേറ്ററാണ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ ഇപ്പോഴത്തെ ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പൊ നമ്മുടെ സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ വലിയ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാഹ് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് ഞാൻ നിങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കിനി ലിസാനിലേക്ക് കിടക്കാം അല്ലേ? ഇന്നലെ തന്ന വർക്കുകളൊക്കെ എല്ലാവരും ചെയ്തില്ലേ? കുറെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? എല്ലാവരും ചെയ്തോ? ഒന്ന് ജസ്റ്റ് ഒന്ന് യെസ് പറഞ്ഞാൽ ചെയ്ത ആളുകളൊക്കെ. ലിസാൻ ഖുർആനിലെ പാഠഭാഗത്തിലുള്ള ആ പാഠത്തെ ലിസാൻ ഖുർആനിലെ മുഴുവൻ പാഠത്തിലെയും അതിൽ നിന്നും മാദിയായ ഫീലിനെ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ? നിങ്ങളുടെ ഒരുപാട് ആളുകളുടെ വർക്ക് കണ്ടു. ഈ വൈകുന്നേരം ഈ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് വരെ ഒരുപാട് ആളുകൾ അപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞു പിന്നെ അതായത് ഉച്ചക്ക് ശേഷം ഒരു നാളെ ഇന്ന് തന്ന വർക്ക് നിങ്ങൾ നാളെ ഉച്ചക്ക് 2 മണിക്ക് അല്ലേ ആ സമയത്ത് വിട്ടാൽ മതി. കാരണം നിങ്ങൾ നേരത്തെ തന്നെ എഴുതിയ ആളുകൾ നേരത്തെ എഴുതി വിട്ടാൽ മറ്റുള്ള ആളുകൾ ഒരു പക്ഷേ അത് കണ്ടിട്ട് എന്ത് ചെയ്യാം ഇതിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നാളെ ഇനിയിപ്പോ ഇന്ന് മുലാരിയ ഫീൽ അല്ലേ, മുഫ്രദായ മുലാരിയ, അതായത് ഇപ്പൊ ഫഅലയാണെങ്കിൽ അതിന്റെ മുലാരി എന്താണ്? യഫ്അലു അല്ലേ? അപ്പൊ ആ യഫ്അലു എന്നുള്ള രൂപത്തിൽ അപ്പൊ അതേപോലെ കതബൻ ആണെങ്കിൽ യക്തുബ്. അപ്പൊ നമ്മൾ മുലാരിയ ഫീൽ അതുപോലെ നിങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് കിതാബിൽ നിന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ അയക്കണം. അപ്പൊ നാളത്തെ വർക്ക് അതുപോലെ ഉച്ചക്ക് ശേഷമാണ്, നാളെ ഉച്ചക്ക് ശേഷം എല്ലാവരും അയച്ചാൽ മതി കേട്ടോ. ഉച്ചക്ക് 2 മണി ആ സമയത്ത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വർക്കിന് ഇന്നത്തോട് കൂടെ അതിന്റെ സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നോക്കി കണ്ടെത്തിയിട്ട് റിസൾട്ട് ഒക്കെ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ലിസാനിലേക്ക് വരട്ടോ. നമ്മൾ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല, നമ്മൾ അങ്ങനെ കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് സാറ് പറഞ്ഞു നമ്മള് ലിസാൻ ഖുർആൻ എന്ന് പറഞ്ഞത് പിന്നെ നമ്മള് കണക്കൊക്കെ പോലെയാണ് അല്ലെ? കണക്കിനെ കുറിച്ച് നമ്മൾ എന്താ പറയല്, അതിലൊരു ഇക്വേഷൻ പഠിച്ചാല് പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് തന്നെ ആയിരിക്കും. അതുപോലെ ലിസാൻ ഖുർആൻ ഒരു ഭാഷ നമ്മൾ പഠിക്കാണ്. ഈ ഭാഷ പഠിക്കുമ്പോൾ അറബി ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം അറബി ഭാഷയിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട്, നമ്മൾ ഏത് ഭാഷയാണെങ്കിലും അതിന് ഇതുപോലെ 3 ഘടകങ്ങൾ ഉണ്ടാവും. 3 ഘടകങ്ങൾ മെയിനായിട്ട് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് വാചകങ്ങളാണല്ലോ അല്ലെ? അല്ലെ, കുറെ വാക്കുകളല്ലേ, കുറെ വാക്കുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഒരു വാചകം ഉണ്ടാക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല് മുഹമ്മദ് പള്ളിയിലേക്ക് പോയി. ആ ഒരു സെന്റൻസിൽ നമുക്കറിയാം മുഹമ്മദ് പറഞ്ഞാൽ എന്താണ്? ഒരാളെ പേരാണ്. അപ്പൊ നമ്മൾ അതിനെന്താ പറയാ? പേരിന് അറബിയിൽ എന്താ പറയാന്ന് പറയാൻ പറ്റും? ആരെങ്കിലും ഒരാൾ മൈക്കോണിക്ക് പറഞ്ഞാൽ അറിഞ്ഞ ആളുകൾ പേരിനെന്താ പറയാ അറബിയില്? എങ്കിൽ ഞാൻ 3 പറയാം. ഫിഅല്, ഹർഫ്. ഇതിലേത് പറയും? പേരിനെന്താ പറയല്? നിങ്ങളുടെ മൈക്കോണൊക്കെ പറ്റുന്നുണ്ടോ? ആ ഓക്കെ, ചിലപ്പോ അങ്ങനെ പ്രോബ്ലം ഉണ്ടാവില്ലേ? ഓക്കെ. നമ്മള് പേരാണെങ്കിൽ നമ്മൾ എന്താ പറയല്? ഇസ്മ അല്ലെ? ഇസ്മ എന്നാണ്. മൈക്ക് എല്ലാവരും കൂടി ഓണാക്കുമ്പോഴേ ഡിസ്റ്റർബ് ആവും വിചാരിച്ചിട്ട് സാറ് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഓഫ് ആക്കിയതേക്കാം കേട്ടോ. സാറേ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ സംശയങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തിരിയാത്ത ഫീലിനെ കുറിച്ചുള്ള നമ്മൾ പഠിക്കണം. അപ്പോൾ അതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കോൾ വന്നാട്ടോ, സോറി. അതായത് പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ നമ്മൾ സംസാരമൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അല്ലെ?
ഒന്ന് ഇസ്മായിരിക്കും. ഇപ്പൊ നമ്മള് മുഹമ്മദ് പള്ളിയിലേക്ക് പോയി, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മുഹമ്മദ് എന്നുണ്ടല്ലോ, ആ മുഹമ്മദ് എന്നുള്ളതാണ് അത് ഇസ്മാണ് അല്ലെ. എന്നാൽ പള്ളി എന്നുള്ളത് അതും തന്നെയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ഒരു നമ്മള് പ്രയർ ഹാൾ, നിസ്കരിക്കാനുള്ള ഒരു ഇടം അല്ലെ, അതിന്റെ പേരാണല്ലോ മസ്ജിദ്, അതൊരു പേരാണ്. ചിലപ്പോ ഓക്കെ, നിങ്ങൾ എല്ലാരും മൈക്ക് ഓണാക്കണം ചേട്ടാ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓണാക്കി, അല്ലെങ്കിൽ ചിലത് നമ്മള് ഡിസ്റ്റർബ് ആവും ചിലപ്പോ കേട്ടോ. പറയുമ്പോ ചോദിക്കുമ്പോ അതിന് ആൻസർ ആയി പറഞ്ഞാൽ മതി. ഓക്കെ, അതൊരു പേരാണ്. ഈ പള്ളി, ഈ ലേക്ക് അല്ലെ, അവിടെ ഒരു ലേക്ക് എന്നില്ലേ, ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അതിന് പള്ളി ഈ ലേക്ക് എന്നുള്ളത് നമുക്ക് ചേർത്ത് കൊടുത്തൊരു ഹെർഫ് എന്ന് പറയാം. അറബിയിൽ എന്താ പറയല്, ഹെർഫ്. അപ്പൊ ഉദാഹരണം നമ്മൾ പറയില്ലേ, പള്ളിയിൽ നിന്ന്, പള്ളിയിലേക്ക് അല്ലെ, പിന്നെ അയാൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ ചില വസ്തുക്കളിൽ നമ്മൾ ചില ചില കൺജങ്ഷൻസുകൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമല്ലോ. അതിന് നമ്മൾ അറബിയിൽ പറയുന്ന പേരാണെന്ത്, പിന്നെ ഹെർഫ് എന്ന് പറയും. നമ്മൾ ആ ഉദാഹരണത്തിൽ തന്നെ മുഹമ്മദ് പള്ളിയിലേക്ക് പോയി. അപ്പൊ പോയി എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഈ പ്രവൃത്തിക്ക് എന്താ പറയാ, ഇത് ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിക്ക് അറബിയിൽ എന്താ പറയല്, ഫിഅല് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ 3 ഘടകങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ സെന്റൻസിൽ, ഓരോ ജുംലകളിൽ നമുക്ക് കാണാൻ കഴിയുക പ്രധാനമായിട്ട്. അപ്പൊ നമ്മൾ അതിൽ എന്താണ് പഠിക്കണുള്ളൂ, 5ാം ക്ലാസ്സിൽ നമ്മൾ അറബി നിങ്ങളുടെ ലിസാനുൽ ഖുർആനിൽ ഫീലിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. വേറെ ഇസ്മുകളെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഫീലിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. കാരണം ഫീലിനെ കുറിച്ച് വൈഡായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിൽ തന്നെ ഫീലുകൾ നമുക്ക് പ്രധാനമായിട്ട് 4ആയിട്ടാണ് എണ്ണാൻ കഴിയുക. മാളിയായ ഫിയല്, മുലാരിയായ ഫിയല്, അതുപോലെ അമ്ര്, നഹി, ഇങ്ങനെ 4 കാര്യങ്ങളുണ്ട്. അതിൽ ഞങ്ങള് പിന്നെ മെയിനായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾ ലിസാൻ ഖുർആനിൽ നമ്മൾ പഠിക്കുന്നത്, പഠിക്കുന്നത് മാളിയായ ഫീൽ എന്താണെന്നും മുലാരിയായ എന്താണെന്നും മാത്രമാണ് നമ്മൾ പഠിക്കാനുള്ളത് പറഞ്ഞല്ലോ അല്ലെ. നമുക്കറിയാം, നമ്മുടെ പാഠപുസ്തകം നോക്കിയാലേ ഒരു 6 പാഠത്തോളം, 6ാമത്തെ പാഠം വരെ ഈ മാളിയായ മുലാരിയായ ഫീലിന്റെയും. ക്യാമറ കാണുന്നില്ല, കാണുന്നില്ലേ? ആ ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ. അത് നിങ്ങള് ചിലപ്പോ ആ മുകളിലേക്ക് ആക്കിയാൽ കാണും കേട്ടോ. അപ്പൊ നമ്മുടെ 6 പാഠം മെയിനായിട്ട് എന്താണ് പറയണത്, നമ്മളെ നിങ്ങളെ ഈ മാദി മുലാരിയ ഫീലിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ 6ാമത്തെ പാഠം എത്തുമ്പോഴേക്കും കഴിയും. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മളെ പാഠത്തിലുള്ള സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഇതിലൂടെ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്ക്രീൻ ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞ കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ നമ്മളെ പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഇതിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കട്ടെ. നമ്മൾ പഠിച്ച സാറ് നമുക്ക് ഈ 2-3 ദിവസമായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്ന നമ്മൾ പഠിച്ച കാര്യങ്ങൾ പാഠഭാഗത്തിൽ തന്നെ ചില തദ്രീബാത്തുകൾ വർക്കുകളുണ്ട്. അപ്പൊ നമ്മൾ ചോദ്യ പേപ്പറിലും തന്നെയാണ് ഏകദേശം അതിൽ നിന്നും അല്ലെങ്കിൽ അതുപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് വരിക. നമുക്ക് പാഠഭാഗത്തിലൂടെ തന്നെ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിമൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കട്ടോ. ഞാൻ കാണിക്കണം നോക്കാം. ഇത് ക്ലിയർ ആയി കാണുന്നുണ്ടോ? അപ്പൊ കാണുന്നില്ലേ? കാണുന്നുണ്ട്. വേണമെങ്കിൽ മൊബൈൽ ഓക്കെ, മൈക്ക് ഓഫ് ആക്കി ഞാൻ പറയാം. കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ മൊബൈൽ വേണമെങ്കിൽ വൈഡാക്കി മൊബൈല് വൈഡാക്കി പിടിക്കുക. എന്നിട്ട് ഒന്നുകൂടി സൂം ചെയ്താൽ ഒന്നുകൂടി വേണമെങ്കിൽ കുറച്ചും കൂടി വലുതായി കാണും കേട്ടോ. ഞാൻ പരമാവധി സൂം ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലേ? നമ്മുടെ പാഠഭാഗത്തിൽ 6ാമത്തെ പേജ്. 6ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ എത്രാമത്തെ പാഠാണ്? 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചൊരു പാട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ മദീനത്തെ സ്വഹാബികൾ പാടിയൊരു പാട്ട് ഓർമ്മല്ലേ? ഒന്ന് പഠിക്കാണി.
അയക്കൊന്ന് ഇങ്ങോട്ടാക്കണേ. ഇനി നോക്കട്ടോ, ഞാൻ ഉസ്താദിനെ പറയാം. അൽ മാദി എന്നുള്ള കോളം കണ്ടോ? കണ്ടില്ലേ? അതിൽ ഫസ്റ്റത്തെ ഖറഅ എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ് അർത്ഥം? വായിച്ചു അല്ലെ? വായിച്ചു. അപ്പൊ അത് നമ്മൾ ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എന്നതുപോലെ ഖറഅ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു പുരുഷൻ വായിച്ചു. അപ്പൊ അതിന്റെ മുലാരിയാണ് ഇപ്പുറത്താൽ മുലാരി എന്നുള്ള കളികൊണ്ടോ? മുലാരി എന്നുള്ള കളികൊണ്ടോ? പിന്നെ അതിൽ മുലാരി കണ്ടോ? യഖ്റഊന്ന് കണ്ടോ? കാണുന്നില്ലേ? അതെ മക്കളെ, കാണുന്നില്ല? കണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ച അതേ രൂപമാണ്. അപ്പൊ മാലിയുടെ ഫസ്റ്റത്തെ രൂപമാണ് എന്ത്? ഇപ്പൊ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇതിന്റെ ആദ്യത്തെ രൂപമാണ് ഈ ഫസ്റ്റ് രണ്ടാമത്തെ പാഠം മുതൽ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തി തരുന്നത്. അതിന്റെ മുലാരിയ നമ്മളൊരു മോഡലാണ് മെയിൻ. നമ്മൾ ഈ ഫഅല അത് മാലിയ ഫീല്, അതിന് മുലാരിയാണ് യഫ്അലു അല്ലേ? ഇനി അതേപോലെയാണ് ബാക്കിയുള്ള എല്ലാ ഫീലുകളും. അപ്പൊ നമ്മൾ ഹലോ മൈക്ക് ഇങ്ങോട്ടാ കണ്ട ആവശ്യമില്ലാത്ത ആളുകള്, ആവശ്യമുണ്ടോ മാത്രം ഓണാക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മള് മനസ്സിലാക്കിയതിൽ ഫഅല യഫ്അലു എന്നതുപോലെ ഒരുപാട് ഫീലുകൾ ഫീലിന്റെ ആദ്യത്തെ രൂപം അല്ലെ? അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. അതുപോലെ മുലാരിന്റെ ഫസ്റ്റത്തെ രൂപം എന്തായിരുന്നു? യഫ്അലു. അതിലേക്ക് ഒരു യായ് ചേർത്തു നമ്മൾ പറഞ്ഞല്ലേ? എന്നിട്ട് രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്തു. അപ്പൊ യഫ്അലു ആ രൂപത്തിൽ തന്നെയാണ് ഖറഅ യഖ്റഉ. ജലസന്റത് എന്താണെന്ന് പറഞ്ഞാണ് മുലാരിയ? ജലസയുടെ മുലാരി എന്ന് പറയൂ. വട്ടം പാടെ പറയോ? അഹിയന്റെ മുലാരി ഉസ്താദെ കാണുന്നില്ല. ഉസ്താദെ കോളിന്റെ ചിഹ്നാണ് കാണുന്നത്. കാണുന്നില്ല. കാണുന്നില്ല മക്കളെ? കാണുന്നില്ലേ? ഹലോ കാണുന്നുണ്ട് ഉസ്താദെ, ഞാൻ സൗണ്ട് ഓഫ് ആക്കിയതാണ്. ഓക്കെ, സോറി പെട്ടെന്ന് സെക്രട്ടറി വിളിച്ചപ്പോഴേ. കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? ഹലോ കട്ടായിട്ടില്ല, കാണുന്നുണ്ട് കേട്ടോ. സാർ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? നേരത്തെ കോള് വന്നിട്ട് കട്ടായതാണ്.
അതെ പ്രധാനപ്പെട്ട ഒരു കോളായിരുന്നു അതുകൊണ്ടിട്ടുണ്ട്. ഓക്കെ, സോറി. മക്കളിപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ മാദിയ ഫീലും അതിന്റെ മുതാരികളാണ് ഈ പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? അതിന്റെ ഫസ്റ്റത്തെ രൂപങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ അതുപോലെ ത്വല യത്ലു, വജബ യജിബു, ഖാലൻ്റെത് യഖൂലു, ജാഅ യജീഉ, അതേപോലെ ആദ യഊദു, ഖളാ യഖ്ളി, ഖറജ യഖ്റുജു അല്ലേ? അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാണ്. നമ്മളൊന്ന് റിമൈൻഡ് ചെയ്ത് പോകട്ടെ. അവസ്ഥ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ ഇനി ഒരു 9ാമത്തെ പേജ് ഒന്ന് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇതിൽ 1ാമത്തെ ചോദ്യം കണ്ടോ? ഇതിൽ കുറച്ചൊരു ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നോക്കിയത് നമുക്ക് സ്വന്തം കണ്ടെത്താൻ കഴിയുമെന്ന് പരിശോധിക്കാം കേട്ടോ. നമ്മൾ 1ാമത്തെ രൂപം പഠിച്ചില്ലേ? മുലാരിയ ഫീലിന്റെ 1ാമത്തെ രൂപം, മാദിയ ഫീലിന്റെ 1ാമത്തെ രൂപം പഠിച്ചല്ലോ. ചിലപ്പോൾ മുലാരിയ ഫീലിന്റെ മാത്രം ചില ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് കേൾക്കുന്നുണ്ടോ സാറേ? എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ചോദിക്കണ്ട. സോറി. അപ്പോ ഇതിൽ 1ാമത്തെ ചോദ്യം കണ്ടോ? അൽ ഡാഷ് അൽ അഹു അൽ ഹലീബ. ഇതിന് ആൻസർ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അൽ അഹു എന്ന് പറഞ്ഞാൽ സഹോദരൻ അല്ലേ? അൽ ഹലീബ പറഞ്ഞാല് പാല്. നമ്മൾ പഠിച്ചു തന്നെയാണ്, എന്നാലും നോക്കുക. അപ്പൊ സഹോദരൻ പാല്. അപ്പൊ അവിടെ ഇനി ഏത് ഫീലാണ് ഇവിടെ കൊടുക്കേണ്ടി വരിക? യദ്ഹബു എന്നാണോ? കാരണം ഇതൊക്കെ മുതാരിന്റെ ഫസ്റ്റ് രൂപമാണ്. അപ്പൊ ഇതിലൊക്കെ കുടിക്കുന്ന ആള് ഒരാളായിരിക്കും അല്ലെ? ഒരാളാവുമ്പോ ഒരു തന്നെ ഒരു പുരുഷൻ അല്ലെ? അല്ലാഹു അൽ ഹലീബ. ഇതേപോലെ തന്നെ അൽ അബു ഇലൽ മസ്ജിദി, പിതാവ് പള്ളിയിലേക്ക്. ഏത് ഫീലായിരിക്കും? പിതാവ് പള്ളിയിലേക്ക് എന്ത് ചെയ്യുന്നു? യദ്ഹബു, യശ്റബു, യക്തുബു, യഖ്റഉ. ഏതായിരിക്കും? ഫീലുകൾ നമ്മൾ എപ്പോഴും പഠിക്കണം കേട്ടോ. അതായത് ഇപ്പൊ പോവുക എന്നുള്ളത് ദഹബ യദ്ഹബു, അഥവാ ശരിബ യശ്റബു പറഞ്ഞാൽ കുടിക്കുക, കതബ യക്തുബു പറഞ്ഞാൽ എഴുതുക, ഖറഅ യഖ്റഉ എന്നാൽ വായിക്കുക അല്ലെങ്കിൽ ഓതുക. ഇതൊക്കെ നമ്മൾ കുറച്ച് ഫീലുകൾ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പ്രധാനപ്പെട്ട ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ലിസാൻ ഖുർആനിൽ വന്ന ഈ ഫീലുകളൊക്കെ ഒന്ന് നമ്മൾ എപ്പോഴും മനപ്പാടാക്കുക കേട്ടോ. പിന്നെ അതേപോലെ അപ്പം അൽ അബു ഇലൽ മസ്ജിദി എന്നുള്ളത് യദ്ഹബു എന്നാണ് വേണ്ടത് അല്ലേ? അതെന്തുകൊണ്ട് യദ്ഹബു എന്നായത്? നമ്മൾ യദ്ഹബാനിയും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ ഇപ്പൊ യദ്ഹബു യദ്ഹബാനി എന്നൊക്കെ തന്നാൽ നമ്മൾ ഏത് എഴുതേണ്ടത്? യദ്ഹബു. എന്തുകൊണ്ട് അങ്ങനെ യദ്ഹബു പറയാനുള്ള കാരണം? അൽ അബു എന്നുള്ളത് എത്ര പുരുഷന്, എത്ര ആളുള്ളത്? ഒരാൾ അല്ലേ? ഒരാളാണ്. അതുപോലെ തന്നെ അത് പുരുഷനാണ്, ആണാണ്. അതുകൊണ്ടാണ് യാവ് കൊടുത്തത്. ഇനി അവിടെ ഫാത്തിമ എന്നാണെങ്കിൽ ഒരു സ്ത്രീയുടെ പേരാണെങ്കിൽ യദ്ഹബു നമ്മൾ എന്തായി മാറുമെന്ന് പറയാൻ പറ്റുമോ? യാ എന്തായിട്ട് മാറും അവിടെ? നമ്മൾ യദ്ഹബുവിനെ സർഫാക്കി പഠിച്ചില്ലേ? യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. അടുത്ത വചനം ഏതായിരുന്നു? അടുത്ത സീഗ ഏതായിരുന്നു? സ്ത്രീ ആകുമ്പോൾ നമ്മൾ മുലാരിയിൽ നമ്മൾ മാദിയിൽ നമ്മൾ പറഞ്ഞ അവസാനത്തിലാണ് മാറ്റങ്ങൾ അല്ലേ? ഇപ്പൊ ഫഅല എന്നുള്ളത് ഫഅലത്ത് എന്നാവും. എങ്കിൽ മുലാരിയിൽ യദ്ഹബു എന്നുള്ളത് എന്തായി മാറും? യാ തുടക്കത്തിലാണ് മാറ്റം വരിക. യദ്ഹബു എന്നുള്ളത് ഒരു ആണാവുമ്പോൾ നമ്മൾ പറഞ്ഞ യാ ആണ്. അത് പെണ്ണാകുമ്പോൾ, അതായത് സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? അത് താ ആയിട്ട് മാറും അല്ലേ? അപ്പൊ യദ്ഹബു എന്നുള്ളത് എന്തായി മാറും? ഫാത്തിമയാണെങ്കിൽ, ഇപ്പോൾ ഫാത്തിമ അങ്ങാടിയിലേക്ക് വീട്ടിലേക്ക് പോകുന്നു എന്നാണെങ്കിൽ അവിടെ ഫാത്തിമ എന്നാകുമ്പോ യദ്ഹബു എന്നുള്ളത് എന്തായിട്ട് മാറും? ആരെങ്കിലും ഒന്ന് പറഞ്ഞാണ്? അറിയുന്ന ആളുകൾ പറയൂ. യദ്ഹബു എന്നുള്ളത് എന്തായി മാറും? അൽ ഫാത്തിമത്തു അല്ല ഫാത്തിമത്തു ഇലൽ ബൈത്തി, അങ്ങനെ ആക്കാം. ഫാത്തിമ വീട്ടിലേക്ക് പോകുന്നു എന്നാണെങ്കിൽ യദ്ഹബു എന്നുള്ളത് എന്തായിട്ട് മാറും? അറിയുന്ന ആളുകളൊന്നും എല്ലാവരും പറഞ്ഞോളി. അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞോളി. പറയാൻ പറ്റുമോ? മൈക്ക് ഓണാക്കാൻ വേണ്ടിയാ? ഞാൻ പറഞ്ഞത് എന്നാലും ശ്രദ്ധിക്കാം. യദ്ഹബു എന്നുള്ളത് യാഇന്റെ സ്ഥാനത്ത് എന്തായിട്ട് മാറും? താ ആയിട്ട് മാറും. നമ്മൾ പഠിച്ചല്ലേ? യഫ് അലു, യഫ് അലാനി, യഫ് അലൂന. അപ്പൊ അടുത്ത രൂപം എന്താണ്? തഫ് അലു, അവളൊരു സ്ത്രീ ചെയ്യും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ അതേപോലെ യദ്ഹബു എന്നുള്ളത് പെണ്ണാകുമ്പോൾ അൽ അബു എന്നുള്ളത് നമ്മൾ യദ്ഹബു ആണെങ്കിൽ, അത് സ്ത്രീ ആണെങ്കിൽ, ഒരു പെണ്ണാണെങ്കിൽ അവിടെ തദ്ഹബു എന്നാണ്, താ ആയിട്ട് മാറും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി 3ാമത്തെ ഒരു നോക്കൂ. അത്വാലിബു
അദ്ദർസ അല്ലെ, ഒരു വിദ്യാർത്ഥി പാഠം എന്ത് ചെയ്യുന്നു? യദ്ഹബു യശ്റബു യക്തുബു യഖ്റഉ, അതിലേതേക്കാരം? വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും എന്നുള്ളതിൽ എന്താണ് പറയാ? യഖ്റഉ അല്ലെ. അപ്പൊ നമുക്കറിയാം അങ്ങനെ ഫീലുകൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മുഴുവനും എന്താണ്? ഒരാളുള്ളൂ, അതന്നെ പുരുഷനായ ഒരാള്, മുദക്കർ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമ്മൾ ആ ഫീലിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും അല്ലെ. അപ്പൊ യഖ്റഉ ത്വാലിബു അദ്ദർസ, ഒരു വിദ്യാർത്ഥി പാഠം വായിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ. അൽ ഉസ്താദു അൽ ഖുർആന, ഉസ്താദ് ഖുർആനിനെ എന്ത് ചെയ്യുന്നു? ഓതുന്നു എന്നാ വേണ്ടില്ലേ. അപ്പൊ ഏതേക്കാരം? യഖ്റഉ, ഖറഅയുടെ മുളാരിയാണ് യഖ്റഉ. ഉസ്താദ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ രണ്ടർത്ഥത്തിനും മുളാരി വരുന്ന ഇന്നലെ നമുക്ക് മാഷ് ഉസ്താദ് പറഞ്ഞു തന്നിരുന്നല്ലേ. അതായത് ഭാവിയിൽ ചെയ്യാൻ പോണ കാര്യവും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനും മുളാരിയ ഫീല നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പൊ ഇവിടെ ഉസ്താദ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇനി നാളെ ഉസ്താദ് ഓതും എന്നുള്ളതിനും എന്തിനാ ഉപയോഗിക്കുക? യഖ്റഉ. പിന്നീട് ഓതും എന്നുള്ളതിനും യഖ്റഉ തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഈ തദ്രീബാത്ത് സിമ്പിൾ തദ്രീബാത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ വേറെ ഒരു റൗണ്ടിൽ ഇതുണ്ട്, നമ്മളിപ്പോൾ ഏകദേശം ഇതേപോലെ ആയതുകൊണ്ട് നമ്മൾ ഇനി അത് ചർച്ച ചെയ്യണം കേട്ടോ. നമ്മൾ അടുത്ത പാഠത്തില് നമ്മൾ ഇതിന്റെ ഒരു മുസന്നന്റെ രൂപം നോക്കാം. നമ്മൾ പഠിച്ചൊന്നുകൊണ്ട് റിമൈൻഡ് ചെയ്യാം കേട്ടോ. ഈ പേജ് കാണുന്നുണ്ടല്ലോ അല്ലേ, 10ാമത്തെ പേജ് കാണുന്നുണ്ടല്ലോ അല്ലേ. അൽ മാലി അൽ മുലാരിയു എന്നിങ്ങനെ 2 കോളം കാണാം. പ്രത്യേക പാഠഭാഗത്തിലൊന്ന് നമ്മൾ റിമൈൻഡ് ചെയ്ത് പോവാണ്. ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഇത് എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ രൂപങ്ങൾ ഒന്നുകൂടി നിങ്ങളെ കാണിച്ച് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. അൽ മാലി, മാലിയുടെ മുഫ്രദായ മുസന്നായ 2 രൂപ, മുഫ്രദും അതിന്റെ മുസന്നായ രൂപമാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. വസല മുഫ്രദായ രൂപമാണ് അല്ലേ. വസല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ ഒരു പുരുഷൻ കഴുകി. അപ്പൊ പുരുഷനായ ഒരാൾ അല്ലേ. അത് മുതൽ ഇപ്പുറത്ത് നോക്കുക, അതിന്റെ മുസന്ന എന്താണ്? വസല. ഇന്നലെ പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. ഒരു അലിഫ് ചേർത്ത് കൊടുത്താൽ അതെന്തായി? 2 ആളുകൾ, അവർ 2 പുരുഷന്മാർ ചെയ്തു എന്നർത്ഥം കിട്ടും. അതേ സമയത്ത് തന്നെ മുലാരി ഇപ്പുറത്ത് നോക്കൂ. അവൻ ഒരു പുരുഷൻ ചെയ്യും എന്ന് നമ്മൾ ഫാലയുടെ എന്താ പഠിച്ചിരുന്നത്? യഫ്അലു എന്നാ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന്റെ മുസന്നായ രൂപമാകുമ്പോൾ യഫ്അലു എന്ന ഫേലിന്റെ അത് മുഫ്രദായ രൂപമാണ്. അതിന്റെ മുസന്ന, അതായത് അവർ 2 ആളുകൾ ചെയ്യും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? യഫ്അലാനി. അവിടെ അവസാനത്തിൽ എന്തുണ്ട്? തുടക്കത്തിൽ യാ ആണെങ്കിലും പിന്നെ അവസാനത്തിൽ എന്ത് 2 ആളുകളാകുമ്പോൾ ഒരു അലിഫ് മാത്രം പോരാ. മാലിയിലാണെങ്കിലും വസല ഒരു അലിഫ് മാത്രം നമ്മൾ ചേർത്തി കൊടുത്തു അല്ലേ. എന്നാൽ മുലാരിയിലാകുമ്പോൾ അത് ഒരു നൂനും കൂടി, കെസ്റാക്കപ്പെട്ട ഒരു നൂന് അവസാനത്തിൽ എക്സ്ട്രാ ചേർക്കണം. ശ്രദ്ധിച്ചോ? ഇപ്പൊ യഗ്സിലു എന്നുള്ളതിന്റെ മുസന്ന യഗ്സിലാനി. യഗ്സിലു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ കഴുകുന്നു അല്ലെങ്കിൽ കുളിക്കുന്നു. അപ്പൊ 2 ആളുകൾ കഴുകുന്നത് എങ്ങനെ പറയാം? യഗ്സിലാനി. 2 ആണുങ്ങളാണ് കേട്ടോ. പെണ്ണാകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മുളാരിയായ ഫീലാണെങ്കിൽ മുഅന്നസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, അടുത്ത പാഠങ്ങളിലാണ് വരുന്നത്. എന്നാലും നമ്മൾ ഇപ്പം തന്നെ ജസ്റ്റ് മനസ്സിലാക്കുക. യഗ്സിലു എന്നുള്ളത് മുഫ്രദ് മുദക്കറാണ്, അതായത് ഒരു പുരുഷൻ കഴുകുന്നു എന്നാണ്. അതേസമയം അത് ഒരു സ്ത്രീ കഴുകാൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും സിമ്പിളായ പരിപാടി എന്താണ്? നമുക്ക് ചോദ്യം വരില്ല, ഇങ്ങനത്തെ സിമ്പിളായ ചോദ്യങ്ങൾ കഴിക്കാം കേട്ടോ. അപ്പോൾ യാ ഉള്ളിടത്ത് എന്താക്കുക? തുടക്കത്തിൽ മുലാരി ആകുമ്പോൾ നമ്മൾ പറഞ്ഞു തുടക്കത്തിലാണ് മാറ്റം വരിക. യായിന് എന്തായി മാറുന്നത്? താ ആയിട്ട് മാറും. അപ്പൊ തഗ്സിലു എന്നാക്കിയാൽ മതി. അതേസമയം മാലിയിൽ നമ്മൾ പറഞ്ഞത് ഫഅല എന്നുള്ളത് മുദക്കറാണ്. അവൻ ഫഅല പോലെ വസല ഇവിടെ നോക്കുക, ഇവിടെ ഉള്ളത് വസല. അപ്പൊ ആ വസല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ കഴിക്കുന്ന. ഇനി അവളൊരു സ്ത്രീ കഴിക്കുന്നതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ അവസാനത്തിൽ ഒരു സുഖനായി താഴെ കൊടുത്താൽ മതി അല്ലെ. വസലത്ത് മുലാരിയില് യാ ഉള്ളിടത്ത് എന്താ? തുടക്കത്തിലെ യാന്റെ സ്ഥാനത്ത് താ ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ തഗ്സിലു എന്നാവും. ഇവിടെ നോക്കൂ, യഗ്സിലുൻ്റെത് യഗ്സിലാനി അല്ലെ. യഗ്സിലാനി എന്ന് പറഞ്ഞാല് അവർ 2 പുരുഷന്മാർ കൈകൊണ്ടിരിക്കുന്നു. ഇനി അത് സ്ത്രീ ആണെങ്കിൽ എന്താക്കിയാൽ മതി? യാന്റെ സ്ഥാനത്ത് താ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ തഗ്സിലാനി എന്നായി മാറും അല്ലെ. ഓക്കെ. ഇനി പുറത്തേക്ക് തന്നെ വരിക. മാലിയ ഫീലിന്റെ കളി നോക്കൂ. ഹറജ, 2ാമത്തെ ഫീല് പരിചയപ്പെടുത്തുന്നത് ഹറജ. ഇനി എല്ലാം അങ്ങനെ തന്നെ. വസല ഹറജ. ഹറജ അവനൊരു പുരുഷൻ പുറപ്പെട്ടു. അതിന്റെ മുസന്ന എന്താണ്? ഒരു അലിഫ് അവസാനത്തിൽ അലിഫ് ചേർത്ത് കൊടുത്താൽ ഹറജ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർ 2 പുരുഷന്മാർ പുറപ്പെട്ടു. ഇനി മുലാരി നമുക്ക് അതേപോലെ നോക്കാം. യഹ്റുജു എന്നാണ് മുഫ്രദ് അല്ലെ. ഹറജയുടെ മുഫ്രദ് യഹ്റുജു. മുലാരി ഹറജയുടെ മുലാരി യഹ്റുജു മുഫ്രദായ രൂപം. അതായത് അവൻ ഒരു പുരുഷൻ പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അതിന്റെ മുസന്ന, മുലാരിയുടെ മുസന്ന എന്താണ്? യഹ്റു ജാനി, അലിഫും ഒരു കസറാക്കപ്പെട്ട് നൂനും ചേർത്ത് കൊടുത്തു അല്ലെ. അപ്പൊ അവർ 2 പുരുഷന്മാർ പുറപ്പെടുന്നു. ഇനി വീണ്ടും മാലിയിലേക്ക് വരൂ. അടുത്ത ഫീൽ ഏതാണ്? ഖാമ. ഖാമ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു പുരുഷൻ എണീറ്റ് നിന്നു അല്ലെ. അതിന്റെ മുസന്ന എന്താണ്? നമ്മൾ അവസാനത്തിൽ അലിഫ് ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി മാറും? ഖാമ അല്ലെ. അവർ 2 പുരുഷന്മാർ എണീറ്റ് നിന്നു. കണ്ടോ? ഇനി അതിന് മുലാരി നോക്കൂ. യഖൂമു, തുടക്കത്തിൽ യഖൂമു അല്ലെ. അവൻ ഒരു പുരുഷൻ എണീറ്റ് നിൽക്കുന്നു. ഇനി അതിന്റെ മുസന്ന എന്താണ്? മുലാരിയിലെ യഖൂമുവിന്റെ മുസന്ന എന്താ? അതായത് 2 പുരുഷന്മാർ എണീറ്റ് നിൽക്കുന്നുള്ളത് എന്താണ്? അവസാനത്തിൽ അലിഫും കസറാക്കപ്പെട്ട നൂനും ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ യഖൂമാനി. കണ്ടല്ലോ? അപ്പൊ നമ്മൾ ഫഅല മാതിരല്ല ഈ ഖാമട്ടോ. അതിന് അവസാന നടുവിലുണ്ട് ഒരു അക്ഷരം എന്താണ്? അലിഫായിട്ടാണ് മാറിയിട്ടുള്ളത്. അത് ഇന്നലെ നമ്മൾ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ ഇത് മുഴത്തല്ലായ ഫീൽ എന്ന് പറയാം. അതൊക്കെ നമ്മൾ മുതിർന്ന ക്ലാസ്സിൽ, പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് ഇതിന്റെ അവസാനത്തെ അക്ഷരത്തിലുള്ള മാറ്റം, തുടക്കത്തിൽ വരുന്ന മാറ്റം, പ്രത്യേകിച്ച് മാവിയാകുമ്പോൾ അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. അതിലേക്ക് ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മുലാരിയ ഫീലാകുമ്പോൾ അതിന്റെ തുടക്കത്തിലെ അക്ഷരമായ യാ, അത് മുഅന്നസാകുമ്പോൾ, അതായത് പെണ്ണിനെ കുറിച്ചാകുമ്പോൾ ത ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മുസന്നയാക്കി ബന്ധം ശ്രദ്ധിച്ചത് മുലാരിയില് അവസാനത്തിൽ, മാലിയിലാകുമ്പോൾ അവസാനത്തിൽ നമ്മൾ അവസാനത്തെ അക്ഷരത്തിൽ അലിഫ് ചേർത്ത് കൊടുത്താൽ അത് മാലിയ ഫീലിന് മുസന്നയാക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാലിയ ഫീലിനെ അതിന് മുസന്ന അഥവാ 2 ആളുകൾ എന്ന് പറയാനും മുദക്കറിൽ തന്നെ 2 ആളുകളാക്കാൻ എന്താ ചെയ്തത്? അവസാനത്തെ അലിഫ് ചേർത്ത് കൊടുത്തു. അതേസമയം മുലാരിയിലാകുമ്പോൾ അലിഫും ചേർക്കണം, അവസാനത്തിൽ അലിഫുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു കസറാക്കപ്പെട്ട നൂനും കൂടി എക്സ്ട്രാ ഉള്ളത് കാണാൻ കഴിയും അല്ലെ. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് ഈ ഭാവം മനസ്സിലാക്കി. ഇനി നമ്മൾ വേറൊരു പേജ് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വർക്കുകൾ ഇതിലുണ്ട്. ജസ്റ്റ് നോക്കാം. ഇത് നമ്മളെ പുസ്തകത്തിലെ 11ാമത്തെ പാഠത്തിലെ വർക്കിൽ നോക്കാം. കണ്ടില്ലേ? ഇതിലിപ്പോ അദ്ദാരിസാനി, ഇതിലൊക്കെ ഫീലിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ വേഗം ഇത് നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ കഴിയും കേട്ടോ. അദ്ദാരിസാനി, അവർ 2 വിദ്യാർത്ഥികൾ. 2 വിദ്യാർത്ഥികൾ ആണുങ്ങളായതുകൊണ്ട് തന്നെ ഇനി ഹാമിദും വ ഖാലിദുൻ, അതെന്താണ്? ആണും 2 ആളുകളും പുരുഷന്മാരാണ്. അത്വാലിബാനി, അതും 2 ആളുകളും 2 വിദ്യാർത്ഥികൾ ആണുങ്ങളാണ്. ജുനൈദും വ നബീലുൻ, അത് രണ്ടും എന്തിനാണ്? ആണുങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തുകൊണ്ടാണ് അത് മാത്രം കൊടുക്കാനുള്ള കാരണം. എക്സാമിന് വരുമ്പോൾ നമുക്ക് ഇനി മുഅന്നസിന് വരും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ഭാഗം കൂടി കവർ ചെയ്യുമ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയണം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതിലൊക്കെ മുദക്കറായ രൂപമാണ് ആൻസർ വരാന്ന് നമുക്ക് ഈ ചോദ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എന്തുകൊണ്ട്? ഇതിലെല്ലാം 2 ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അദ്ദാരിസാനി, 2 വിദ്യാർത്ഥികൾ, പുരുഷന്മാരായ 2 വിദ്യാർത്ഥികൾ. ഈ ഹാമിദും ഖാലിദും ആണെങ്കിൽ അതും 2 പുരുഷന്മാരായ ആളുകളാണ്. ആ ത്വാലിബാനി എന്നുള്ളതും 2 വിദ്യാർത്ഥികളാണ്. അവിടെ ത്വാലിബത്താനി എന്നാണെങ്കിൽ വിദ്യാർത്ഥിനികളാവും. പക്ഷെ ഇവിടെ എന്താണ്? ത്വാലിബാനി, 2 ആണുങ്ങളാണ്. അവസാനത്തെ 4ാമത്തെ ചോദ്യത്തിൽ ജുനൈദും വനബീലും, അതും 2 പുരുഷന്മാരാണ് അല്ലെ. അപ്പൊ നോക്കൂ, ഇനി ഇതിന്റെ അർത്ഥം കിട്ടിയ വേഗം നമുക്ക് മനസ്സിലാക്കണം. അദ്ദാരിസാനി, അവർ 2 വിദ്യാർത്ഥികൾ. തദ്രീബാന്ന് ഇപ്പുറത്തുള്ള അല്ലെ. തദ്രീബിനെ എന്താ ചെയ്യുക? തദ്രീബാത്തുകൾ നിങ്ങൾ എന്താ ചെയ്യല്? കാരണം എഴുതി കൊണ്ടുവരും അല്ലെ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഫീല്? മുഅന്നസായ, മുഅന്നസ് അല്ല മുസന്ന, അതായത് ഇതൊക്കെ മുലാരിയ ഫീലിന്റെ 2ാമത്തെ രൂപമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെ. എന്ന് പറഞ്ഞാല് മുദക്കറിന്റെ 2ാമത്തെ രൂപം എഫ് അലു എഫ് അലാനി. ആ എഫ് അലാനി എന്നുള്ള രൂപമാണ് ഇവിടെ വരേണ്ടത്. കാരണം ഇതിലൊക്കെ 2 ആളുകളാണ്, 2 ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിലുള്ള ആൻസർ ഒക്കെ അതുപോലെ തന്നെയാണ്. യക്തുബാനി, യഖ്റആനി, യനളിഫാനി അല്ലെ. മുസന്നാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അവസാനത്തിൽ അലിഫും കസ്റാക്കപ്പെട്ട നൂനുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നോക്കൂ, അദ്ദാരിസാനി, അവർ 2 വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? തദ്രീബാത്തുകളെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്തായിക്കാരം ഇവിടെ എന്തായിരിക്കും? അദ്ദാരിസാനി യക്തുബാനി എന്നാണോ, യഖ്റആനി എന്നാണോ, യുനളിഫാനി എന്നാണോ, ബിദ്ദുവാമത്തി എന്നാണോ? എഴുതുന്നതിന് നമ്മൾ പഠിച്ചു കതബ യക്തുബു അല്ലെ. അപ്പൊ അതിലെ മുലാരിയിലെ 2ാമത്തെ രൂപം 2 ആളുകളായതുകൊണ്ട് യക്തുബു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. കാരണം അദ്ദാരിസു എന്നല്ല, ഇവിടെ അദ്ദാരിസാനി, ഈ ഇസ്മിൽ തന്നെ 2 ആനി എന്നല്ല അല്ലെ. അപ്പോൾ തന്നെ നമുക്കറിയാം യക്തുബാനി എന്ന ഫോമാണ് ഇതിൽ കൊടുക്കേണ്ടത്. അവർ 2 പേരും എഴുതിക്കൊണ്ടിരിക്കുന്നു തദ്രീബാത്തുകളെ. ഇനി നോക്കൂ, ഹാമിദും വ ഖാലിദുൻ ഡാഷ് അൽ ഖുർആന. ഹാമിദും ഖാലിദുൻ ഖുർആനിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? യക്തുബാനിയാണോ? ഏതാണോ? അല്ലെ യഖ്റആനി, ഓതുകയാണോ? യെസ് അല്ലെ. അപ്പം തന്നെ മനസ്സിലായി. യുനളിഫാനി പറഞ്ഞാൽ വൃത്തിയാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ബിദ്ദുവാമത്തി പറഞ്ഞാൽ പമ്പരം കൊണ്ട്, ഇങ്ങനെ 4 സാധനങ്ങളിലല്ലേ.
അപ്പോൾ ഹാമിദും ഖാലിദും ഖുർആനിനെ യഖ്റആനി എന്നാണ് വേണ്ടത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇനി അത്വാലിബാനി യൽഅബാനി, അവർ രണ്ട് വിദ്യാർത്ഥികൾ രണ്ടു പേരായതുകൊണ്ട് യൽഅബാനി, ഇവിടെ ഇങ്ങനെ ഫീലും ഇതിന്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് എന്തേ കരുതി ചേർക്കാണ്ടാകുക? ബിദ്ദുവാമത്തി അല്ലെ? ബിദ്ദുവാമത്തി പറഞ്ഞാല് അതായത് പമ്പരം കൊണ്ട് കണ്ടോ. അപ്പൊ അവിടെ പമ്പരം കൊണ്ട്, അതായത് നമുക്ക് ഫീലല്ല ചേർക്കാനുള്ളത്. എന്നാലും മനസ്സിലാക്കുക, ത്വാലിബാനി എന്നായത് കൊണ്ട് യൽഅബു എന്നല്ല കൊടുത്തത്, യൽഅബാനി എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതേപോലെ ജുനൈദും നബീലുൻ, ജുനൈദും നബീലുൻ എത്ര ആണുങ്ങളായി? രണ്ട് പുരുഷന്മാരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ്? ഇവിടുത്തെ ഇപ്പുറത്തെ വാക്കും കൂടി വായിച്ചു നോക്കുക. അൽ അസ്നാന, പല്ലുകളെ. അപ്പൊ പല്ലുകൾ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും യനളിഫാനി, അവർ രണ്ടുപേരും അവരുടെ പല്ലുകളെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ? ഇപ്പൊ ഇതാണ് നമ്മള് പിന്നെ ഈ മുസന്നയുടെ മുലാരി രൂപം. ഇനി നോക്കുക, ഈ പാഠത്തിൽ പറഞ്ഞ മാവിയുടെ മുലാരിയുടെയും മുസന്നയുടെ രൂപമാണ് നമ്മൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിൽ കാണുന്നത്. ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ജലസയുടെ മുസന്ന എന്താണ് ചോദിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെന്നി, സെന്നി എന്ന് പറഞ്ഞാല് നീ മുസന്നയാക്കുക, അതായത് രണ്ടാളുകൾ ചെയ്തു എന്നെങ്ങനെ പറയാം? ആദ്യ ലഫാല, താഴെ കൊടുത്ത ഫീലുകളെ മുസന്നയാക്കാനാണ്. അപ്പൊ നമുക്ക് നോക്കാം. ജലസ നമ്മൾ പഠിച്ചല്ലോ, ഫഅല നമ്മൾ പഠിച്ച വസനാണ് ഫഅല അല്ലെ. അതിന്റെ രണ്ടാമത്തെ രൂപം നമ്മൾ പഠിച്ചു ഫഅല. മാലിയ ഫീലാണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? അതിന് മുസന്നയാക്കാന് അതിന്റെ അവസാനത്തിൽ ഒരു അലിഫ് ചേർത്ത് കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ് ജലസയുടെ മുസന്ന എന്തായിരിക്കും പറഞ്ഞാണ്? ജലസ എന്നാവും അല്ലെ. ഒരു അലിഫ് ചേർത്ത് വെത്താൽ മതി. ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ഇരുന്നു, അവർ രണ്ട് പുരുഷന്മാർ ഇരുന്നു എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു അലിഫ് അവസാനത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ജലസ. ദഹബയുടേത് ഒന്ന് കിട്ടിയ ബാക്കിയൊക്കെ നമുക്ക് കിട്ടും അല്ലെ. ദഹബ അവർ രണ്ടുപേർ പോയി. കതബ അവൻ ഒരു പുരുഷൻ എഴുതി, അതെങ്ങനെയൊക്കാരം? കതബ അവർ രണ്ട് പുരുഷന്മാർ എഴുതി. ലൈബയുടെ മുസന്ന എന്തേക്കാരം? ലൈബ അവർ രണ്ടുപേർ കളിച്ചു. ലൈബ പറഞ്ഞാൽ അവനൊരു പുരുഷൻ കളിച്ചു എന്നാണെങ്കിൽ അവർ രണ്ടുപേരാക്കണമെങ്കിൽ എന്താ ചെയ്യാ? ഒരു അവസാനം ഒരു അലിഫ് ചേർത്ത് കൊടുത്തു, ലൈബ. ഇപ്പുറത്ത് കാല, അതിന്റെ മുസന്ന കാല. ത്വല, ത്വലയുടെ മുസന്ന കാല പറഞ്ഞാൽ അവനൊരു പുരുഷൻ പറഞ്ഞു, അവർ രണ്ടുപേർ പറഞ്ഞു എന്നാണെങ്കിൽ കാല. ത്വല ഉദിച്ചു, ത്വല അവർ രണ്ടുപേർ ഉദിച്ചു. യുസല്ലിമു, ഇത് നമ്മള് സല്ലമ യുസല്ലിമു എന്നുള്ള മാദിയം ഫീലിന്റെ മുലാരിയാണ് യുസല്ലിമു. ഇനിയുള്ള ഫീലുകൾക്ക് നോക്കൂ. തുടക്കത്തിൽ നമ്മൾ സേറ് പറഞ്ഞിരുന്നല്ലോ അല്ലെ, യാവ് വരിക. യാവ് വരുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള നല്ലൊരു ഐഡിയ ആണ്. തുടക്കത്തിൽ കണ്ട് മിക്കവാറും ഇപ്പൊ യഖീല ജുനൈദ് എന്നൊരു പാടുണ്ട്, അതിൽ 3 അക്ഷരേ ഉള്ളൂ. ആ 3 അക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം അത് മാവിയ ഫീലാണ്. പക്ഷെ ബാക്കിയുള്ളപ്പോൾ നമുക്കൊരു ഫാലയിലേക്ക് ഒരു യാ ചേർത്ത് യഫ്അലു എന്നാവും. ആ രൂപത്തിൽ വരുന്ന തുടക്കത്തിൽ യാ ആണെങ്കിൽ നമുക്കറിയാം അതൊക്കെ എന്താണ്? മുളാരി ആയിരിക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം യുസല്ലിമു, അതിനെ മുസന്നയാക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ മാലിയുടെ മുസന്നയാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞാലാണ് അവസാനത്തിൽ ഒരു അലിഫ് ചേർത്ത് കൊടുത്തു അല്ലെ. ജലസ, ജലസ എന്നുള്ളത് പോലെ. എന്നാൽ മുലാരി ഫീലിനെ നമ്മൾ മുസന്നയാക്കുമ്പോഴോ അതിന്റെ അവസാനത്തിൽ ഒരു അലിഫും ചേർക്കണം, കെസ്റാക്കപ്പെട്ട നൂനുണ്ടാവും അല്ലെ. അപ്പൊ യുസല്ലിമുനെ സർഫാക്കുമ്പോ യുസല്ലിമാനി. ഏക്കുലുവിനെ സർഫാക്കുമ്പോ ഏക്കുലുവിന്റെ രണ്ടാമത്തെ രൂപം എന്താണ്? മുസന്ന എന്താണ്? ഏക്കു ലാനി. അവസാനം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളൊന്നും മാറൂല. ഇപ്പൊ യജലിസു, അതിന്റെ മുസന്ന ദേക്കാരം അവർ രണ്ടുപേർ ഇരിക്കും. യജലിസു പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഇരിക്കുന്നു. യുസല്ലിമു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അത് അവനൊരു പുരുഷൻ സലാം പറയുന്നു. ഏക്കുൽ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഭക്ഷിക്കുന്നു. ഇനി യജലിസു അവനൊരു പുരുഷൻ ഇരിക്കുന്നു എന്നാണ്. പിന്നെ നമുക്ക് അവർ രണ്ട് പുരുഷന്മാർ ഇരിക്കുന്നു എന്ന മുസന്നയുടെ രൂപമാക്കാൻ അവസാനത്തിൽ അലിഫും കെസ്റാക്കപ്പെട്ട നൂനും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ യജലിസാനി. ഇപ്പുറത്ത് നോക്കൂ, യക്തുബുവിന്റെ എന്തേക്കാരം? യക്തുബാനി. യദ്ഹബുവിൻ്റെത് അവസാനത്തിൽ അലിഫും കെസ്റാക്കപ്പെട്ട നൂനും കൊടുത്താല് യദ്ഹബാനി. അതുപോലെ യൽഅബുവിൻ്റെത് യൽഅബാനി. ഓക്കെ, അൽഹംദുലില്ലാഹ് നമ്മുടെ സമയം ഏകദേശം നമ്മൾ 6 മണി ആയതുകൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. കണ്ടില്ലേ? സ്വീഖത്താൽ മുഫ്രദി വൽ മുസന്ന ലിൽ മുദക്കറിൽ ഗായിബി. ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി റിമൈൻഡ് ചെയ്ത് നമുക്കൊരു ചോദ്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്താണ്. ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ലിസാനെ ഫോക്കസ് പഠിക്കുകയാണ് ഈ ആഴ്ചയിൽ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളുണ്ടാവും, ആ ഒരു ബേജാറാവണ്ട. നമ്മൾ ഈ ഒരു വിഷയം ഫോക്കസ് ആദ്യം പഠിക്കാന്ന് മാത്രം കേട്ടോ. കാരണം ഇത് കുറച്ച് ചില കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫോക്കസ് നിങ്ങൾ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗവും ഇൻഷാ അല്ലാഹ് ഇതിനോട് തുടർന്നിട്ടുള്ള ചോദ്യോത്തരങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് നിർത്തല്ലേ? 6 മണിയല്ലേ? 6 മണി കഴിഞ്ഞ 6 മണി. ഇൻഷാ അല്ലാഹ്.
അസ്സലാമലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലിക്കോളൂ. ഓക്കെ സലാത്തല്ലേ സാറേ? ഹോംവർക്ക് സാർ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സലാത്തല്ലേ അല്ലേ? 6 മണി കഴിഞ്ഞില്ലേ? ഓക്കെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം